അമ്മ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ആർക്കും നിന്നെ ഇവിടുന്ന് എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് അറിയില്ല ചിക്കു, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഞാൻ കാരണമല്ലേ. ഞാൻ എന്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അച്ഛൻ എന്റെ സ്വന്തം അച്ഛനല്ലാന്ന് അറിഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ വാശി പിടിച്ചത്. എന്നാലും എനിക്ക് കിട്ടിയത് ഇത്രയും നല്ലൊരു അച്ഛനാണല്ലോ എന്നോർത്ത് ഞാൻ എപ്പോഴും സന്തോഷിക്കും. അപ്പോഴാ എനിക്ക് മേഘനാമ്മ കിട്ടുന്നത്. മേഘനാമ്മയെ കാണുമ്പോഴൊക്കെ എന്റെ അമ്മ ഇതുപോലെ തന്നെ സ്നേഹവും വാത്സല്യം ഒക്കെ ഉള്ള അമ്മയാണെന്നോർത്ത് ഞാൻ ആഗ്രഹിച്ചു പോയതാ. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോഴാ എനിക്ക് എന്റെ സ്വന്തം അമ്മയെ കാണണമെന്ന് തോന്നിപ്പോയത്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോകാൻ നോക്കിയില്ലേ, അത് എന്റെ അമ്മ അല്ല ചിക്കു. മേഘനാമ്മയെ പോലെ അവർക്ക് എന്നോട് യാതൊരു സ്നേഹവും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ മേഘനാമ്മയെ കാണുമ്പോഴൊക്കെ എനിക്കെന്റെ സ്വന്തം അമ്മയെ കാണുന്ന പോലെയാ തോന്നുന്നത്. അതെന്താ അങ്ങനെ തോന്നുന്നത് എനിക്ക് അറിയില്ല. മേഘനാമ്മ തന്നെ എന്റെ അമ്മ എന്ന് ഞാൻ എന്തെങ്കിലും അറിഞ്ഞാൽ മതിയായിരുന്നു. അതിനും വലിയ സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല. അതിനിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ ചക്കി. എന്റെ അമ്മ തന്നെയാ നിന്റെ അമ്മയും. നമ്മൾ രണ്ടുപേരുടെ അമ്മയാ അത്. നിനക്ക് വേണ്ടി അമ്മ എത്രമാത്രം ഫൈറ്റ് ചെയ്തെന്ന് കണ്ടില്ലേ. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛൻ അത് സഹിക്കാൻ പറ്റില്ലെന്നറിയില്ലേ. അതുകൊണ്ടാ നിനക്കും അച്ഛനും ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തത്. നമ്മുടെ അമ്മ എന്തൊരു പാവാ. എനിക്ക് വേണ്ടി എല്ലാവരുടെയും വഴക്ക് കേൾക്കേണ്ടി വന്നില്ലേ. അച്ഛൻ പോലും അമ്മ എന്തുമാത്രം വഴക്ക് പറഞ്ഞു. അച്ഛൻ വഴക്ക് പറഞ്ഞാല് അമ്മയ്ക്ക് അങ്ങനെ വിഷമമൊന്നും ഉണ്ടാവില്ല ചക്കി. അതെന്താന്നറിയോ, അമ്മയ്ക്ക് അച്ഛനോട് ഒരുപാട് സ്നേഹമാ. അച്ഛനെ പോലെ തന്നെ എന്നെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാ. അതുകൊണ്ടല്ലേ എനിക്ക് വേണ്ടി അമ്മ ഇത്രയും ഫൈറ്റ് ചെയ്യുന്നത്. മേഘനാമ്മയെ പോലെ എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ ലക്കിയായിരുന്നേനെ അല്ലേ ചിക്കു. നല്ല അച്ഛനും സ്നേഹമുള്ള അമ്മയും ഇപ്പൊ ഉണ്ടല്ലോ. നമ്മള് രണ്ടുപേരും ശരിക്കും ലക്കിയാണ് ചക്കി. മേഘന, ഞാൻ നിന്നെ കാണാൻ വന്നതാ. വീണ്ടും എന്നെ വഴക്ക് പറയാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? അത് സാരമില്ല, എന്ത് വേണേലും പറഞ്ഞു. പക്ഷെ ഞാൻ ആ കോർട്ട് നോട്ടീസ് അയച്ചത് ഞാൻ നിന്നെ വഴക്ക് പറയാനോ നിന്റെ മനസ്സ് വിഷമിപ്പിക്കാനോ വന്നതല്ല. ഒരു ക്ഷമ ചോദിക്കാൻ വന്നതാ. ഡാഡ് പറഞ്ഞപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. ചക്കിയുടെ ശരിയായ അമ്മയെ പാർവതി അല്ലെങ്കിൽ ചക്കിയുടെ അവസ്ഥ എന്തായി തീരുമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേങ്കിൽ എന്നെക്കാളും മുമ്പ് നീ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ചക്കിക്ക് വേണ്ടി നീ ഫൈറ്റ് ചെയ്തു. സത്യം പറഞ്ഞ അതൊക്കെ ഞാനായിരുന്നല്ലോ ചെയ്യണ്ടേ. ചക്കിക്ക് വേണ്ടി കൂടുതൽ ചിന്തിക്കേണ്ടത് ഞാനായിരുന്നു. നമ്മളിൽ ആര് ചെയ്താലും എന്ത് വ്യത്യാസം ഇതിനേട്ടാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ മേഘനെ. ചക്കിയുടെ കാര്യത്തിൽ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതെന്റെ തെറ്റാ. ഒന്നും ആലോചിക്കാതെ ഓരോന്ന് പറയുകയും ചെയ്തു. നീ ചക്കിമോളെ എന്നെ നകറ്റെന്നോർത്ത് നിന്നെ അപമാനിക്കുകയും ചെയ്തു. അന്നേരത്തെ ദേഷ്യത്തിൽ മുന്നും പിന്നും ചിന്തിക്കാതെ ഓരോന്ന് പറയുകയും ചെയ്തു. വീണ്ടും ഇതൊക്കെ പറയുന്നത് എന്തിനാ മിഥുനേട്ടാ? എന്തിനാന്ന് വെച്ചാ ഞാൻ ചെയ്തത് തെറ്റാ. ആ പാർവതിയെക്കുറിച്ച് നീ പറഞ്ഞ ഓരോ വാക്കും സത്യമാണ്. ഡാഡ് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റുമാണ്. നീ ചക്കിയുടെ സ്വന്തം അമ്മയായിട്ടാ ചിന്തിച്ചത്. ചക്കി മോളൊരു അനാഥയാവാതിരിക്കാൻ നീ ശ്രദ്ധിച്ചു.
പക്ഷെ ഞാനോ? Thank you. I'm very sorry, മേഘനെ. എല്ലാത്തിനും സോറി. ഞാൻ ചക്കിയുടെ അച്ഛനാണെന്ന് മാത്രമേ ഓർത്തുള്ളൂ. പക്ഷെ നീ അവളുടെ അമ്മയാണെന്ന് ഞാൻ മറന്നുപോയി. എന്റെ മകളുടെ അമ്മയായ നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ പറയാൻ പാടില്ലായിരുന്നു. ചേച്ചി അയ്യോ സോറി ചേച്ചി, സോറി മിഥുനേട്ടാ. ഏയ് ചാരു, നീ എന്തു പറയാനാ വന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല ചേച്ചി, അറിയാതെ ഞാൻ കേറി വന്ന് വെറുതെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു. ഐ എം വെരി സോറി. നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അവിടെ നിന്നെ. ഞാൻ പോയിട്ട് പിന്നെ വന്നോളാം ചേച്ചി, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. ചാരു, ചാരു, അവിടെ നിക്ക്. ചാരു വേറെന്തോ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. അതൊന്നും കാര്യാക്കണ്ട. വിവേക്, വിവേക്, എന്തുപറ്റി? അത് പിന്നെ അതുണ്ടല്ലോ അവിടെ. നീ എന്തിനാ ഇത്ര എക്സൈറ്റഡ് ആവുന്നേ? ആണല്ലേ, കണ്ടത് അത്ര എക്സൈറ്റിംഗ് ആയിരുന്നു. നമ്മളൊരു കൊല്ലം പ്രേമിച്ച് നടന്നിട്ടും കല്യാണം കഴിച്ചപ്പോ പോലും നിന്റെ മുഖത്ത് ഇത്ര എക്സൈറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ പ്രേമവും കല്യാണവും ഒക്കെ അത്ര സന്തോഷമുള്ള കാര്യമായിരുന്നോ? ഷോക്കായി പോയില്ലേ ഞാൻ? അത് മറന്നുകളാ. നീ ഇപ്പൊ എന്താ എത്ര എക്സൈറ്റഡ് ആയെന്നുള്ള കാര്യം പറ. അത് പിന്നെ ഞാനുണ്ടല്ലോ ഒരു ബ്യൂട്ടിഫുൾ സീൻ കണ്ടിട്ടാ ഇങ്ങോട്ട് വരുന്നേ. മിഥുനേട്ടനും ചേച്ചിയും കെട്ടിപ്പിടിച്ച് നിൽക്കായിരുന്നു. അതെയോ? സത്യാണോ നീ പറയുന്നേ? അതെ വിവേക്, മിഥുനേട്ടൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് നിൽക്കായിരുന്നു. ഞാനാ ആവശ്യമല്ലാണ്ട് കേറി ചെന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്ത്. നീയും എന്റെ ഫീലിങ്സ് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. ഹലോ, ഞാൻ പറഞ്ഞതേ ആ ഡിസ്റ്റർബൻസ് ഒന്നും അല്ല. പിന്നെ എന്ത് ഡിസ്റ്റർബൻസിന്റെ കാര്യമാണാവോ? മിഥുനേട്ടൻ അവിടെ ചേച്ചിയെ ഇത്ര അടുത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കായിരുന്നു. ഇത്രയെന്ന് പറയുമ്പോ എത്രയാ? എത്രയെന്ന് ചോദിച്ചാ ദേ ഇത്ര. ഓഹോ, ഇവളെ ഇങ്ങനെ പറ്റിക്കാനേ പറ്റൂന്ന് തോന്നുന്നേ. ഇങ്ങനെയെന്ന് പറഞ്ഞ എനിക്ക് എങ്ങനെ മനസ്സിലാവാനാ ചാരു? അയ്യോ, ദേ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൂന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല ചാരു. അയ്യോ ബുദ്ധൂസ്, മിഥുനേട്ടൻ ചേച്ചിയെ ദേ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കായിരുന്നൂന്ന്. ആണോ ചാരു? ഇത്രയ്ക്കും കെട്ടിപ്പിടിച്ചു നിന്നോ? എന്ത് ചെയ്യാൻ നോക്കുക? ഞാൻ എന്ത് ചെയ്തെന്നാ? നീയല്ല എന്നെ കെട്ടിപ്പിടിച്ചേ. ഞാൻ കാണിച്ചതേ മിഥുനേട്ടൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ചതാ. അവരുടെ കാര്യം ഓക്കെ ആയ പിന്നെ നമ്മളും ഓക്കെ അല്ലേ? അങ്ങനെ കെട്ടിപ്പിടിച്ചാ പോരാ, ടെമ്പററി അല്ല, പെർമനന്റ് ആയിട്ട് വേണം. എന്ന് വെച്ചാ അതുവരെ നമ്മൾ ഇങ്ങനെ തന്നെ നിക്കണമെന്നാണോ? എന്തേ പറ്റില്ലേ? എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും പറ്റില്ല ചാരു. ഇപ്പൊ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, പിന്നെ ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെയാ? ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ഭർത്താവേ. ആദ്യം പറഞ്ഞു മോം സമ്മതിച്ചിട്ട് മതി എന്നൊക്കെ, ഇപ്പൊ പറയുന്നു വലിയേട്ടനും ഏട്ടത്തി ഒന്നിച്ചിട്ട് മതി എന്നൊക്കെ. അതേ ഉള്ളൂ, എല്ലാവരും ഹാപ്പി ആയിരുന്നാലല്ലേ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂ. അപ്പൊ അതുവരെ തലയ്ക്കുമീതെ ശൂന്യാകാശം. ഏയ് ചാരു, നിനക്ക് ചാരു എന്നല്ല പേരിടണ്ടേ, നീ ശരിക്കും ഒരു രാക്ഷസിയാ. താഴെ മരുഭൂമി, അങ്ങനെ തന്നെ അങ്ങ് വിചാരിച്ചോ.
മാഡം ഇതൊക്കെ കണ്ടിട്ട് ഈ കേസ് വലിയ സെൻസേഷൻ ആവുന്ന തോന്നുന്നത്. കേസൊക്കെ ചെറുത് തന്നെയാ, പക്ഷെ മേഘൻ അത് സെൻസേഷൻ ആക്കിയതല്ലേ. മീഡിയ സപ്പോർട്ട് വരെ അവർക്കുണ്ട്. അപ്പൊ പിന്നെ ഈ കേസ് നമുക്ക് ജയിക്കാൻ പറ്റുമോ മാഡം? ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അത് നമ്മളുടെ വിഷയമല്ല. ഈ കേസ് ആര് ജയിച്ചാലും തോറ്റാലും ശരി, അത് രണ്ടും നമുക്ക് ലാഭമായിരിക്കുമല്ലോ. അതെങ്ങനെയാ മാഡം? സപ്പോസ് ഈ കേസ് ജയിക്കുവാണെങ്കിൽ മഞ്ജരിയുടെ മുന്നിൽ എനിക്ക് കുറച്ച് വില കിട്ടും. അത് മാത്രമൊന്നല്ല, ലോയർ ഫീസ് എന്ന പേരിൽ മഞ്ജരിയുടെ കുറച്ച് പണം തട്ടാനും പറ്റും. മാഡം, ദേ മഞ്ജരി മാഡം വരുന്നുണ്ട്. അങ്ങനെ ചെറിയ ടെൻഷനൊന്നുമല്ല. അവള് ടെൻഷൻ അടിക്കുന്നത് പോരാണ്ട് എന്നെ ടെൻഷൻ അടിപ്പിക്കേ. അതിനിപ്പോ നീ അവളുടെ കൂടെ വരേണ്ട കാര്യമുണ്ടായിരുന്നു മഞ്ജരി. മിഥുനും മേഘനയും കാണാതെ ഞങ്ങൾ ഇറങ്ങി. നേരിട്ട് സംസാരിക്കുന്നതാ ബെറ്റർ എന്ന് ഞാനാ പറഞ്ഞ്. അതെന്തായാലും നന്നായി. ആദ്യം തന്നെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവല്ലോ. നീയപ്പ ലോയറോട് സംസാരിച്ചോ അതോ ഇല്ലയോ? മേഘനയുടെ ഭാഗത്ത് നിന്ന് ആരാ ലോയർ? ഏതോ ഒരു ജൂനിയർ ലോയറിനെ വെച്ചാണ് ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശരിക്കും ലോയർ ആരാണെന്നുള്ള കാര്യം മേഘന ഇതുവരെ പറഞ്ഞിട്ടില്ല. അവളുടെ ലോയർ ആരാണെങ്കിലും ശരി, നമ്മുടെ ലോയറിന് മുന്നിൽ അയാൾ മുട്ടുകുത്തിക്കോളും. അത്ര വലിയ ആളാണോ നമ്മുടെ ലോയർ? ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് വരുത്തിച്ചതാ മഞ്ജരി. ഒരുപാട് ന്യൂസ് വാല്യൂസ് ഉള്ള കേസുകളൊക്കെ വാദിച്ച് ജയിച്ച ആളാ. ആളുടെ ഫീസ് തന്നെ ലക്ഷങ്ങളാ. ഫീസ് എത്ര തന്നെയായാലും പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നമ്മൾ ഈ കേസ് എന്ത് വില കൊടുത്തും ജയിക്കണം. ഡൽഹിയിൽ നിന്നുള്ള ലോയർ ആണെന്നല്ലേ പറഞ്ഞേ, പിന്നെ ആളെന്താ നമ്മുടെ നാട്ടിലേക്ക് വന്നേ? ദേ ആളെത്തി കഴിഞ്ഞു. അഡ്വക്കേറ്റ് ചാണക്യ. കണ്ടിട്ട് വലിയ ലോയർ ആണെന്ന് തോന്നുന്നല്ലോ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ലോയർ കൂടി ആന്റി. സർ 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 ഇങ്ങനെ ഒരു ചെറിയ കേസിന് വേണ്ടി സാറിനെ പോലെ വലിയൊരു ലോയർ ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇതൊരു ചെറിയ കേസല്ല, ക്രിട്ടിക്കൽ കേസാ. പക്ഷേ സാർ വലിയ വലിയ കേസുകളല്ലേ വാദിച്ചിട്ടുള്ളൂ. ഈ കേസ് ഞാനൊരു അമ്മയ്ക്ക് വേണ്ടി വാദിക്കുന്നതാണ്. അവരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സാറിന് അത്രയ്ക്കും ഫീസൊന്നും കിട്ടില്ലല്ലോ. ഞാൻ ഈ കേസ് വാദിക്കുന്നത് ഫീസിന് വേണ്ടിയല്ല, ഒരമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കണമെന്ന ഉദ്ദേശമേ ഉള്ളൂ. ഈ കേസ് തീർച്ചയായും ജയിക്കാമെന്ന് ഉറപ്പുണ്ട് സർ. ജയിക്കാത്ത കേസുകൾ ഞാൻ ഏറ്റെടുക്കാറില്ല. നോ മോർ ക്വസ്റ്റ്യൻസ്. ഇനി കേസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. മേഘമായ കേസ് വാദിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ നിന്നും ഫേമസ് ലോയറായ ശ്രീ ചാണക്യൻ എത്തിയിരിക്കുന്നു. കോടതിയിൽ ഈ കേസിന് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നമസ്കാരം സർ. നമസ്കാരം. ഇതാണ് എന്റെ ഫ്രണ്ട് മഞ്ജരി. ഹലോ സർ. ഹലോ. ഇത് മഞ്ജരിയുടെ ആന്റിയാണ്. അത് പാർവതി. ഓ, ആ ആക്ട്രസ് നിങ്ങളാ? നന്നായിട്ട് അഭിനയിക്കില്ലേ? അവള് നന്നായിട്ട് അഭിനയിച്ചായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും ദൂരം എത്തുമായിരുന്നോ വക്കീലെ? കോടതിയിൽ ഞാൻ നന്നായി അഭിനയിച്ചോളാം സർ. എനിക്ക് ഇവരുടെ മേൽ യാതൊരു വിശ്വാസമില്ല സർ. ഈ കേസ് ഇനി ഞാൻ സാറിനെ ഏൽപ്പിക്കുക. ഞാൻ നോക്കിക്കൊള്ളാം. ഇത്രയും നാൾ വാദിച്ച ഒരു കേസും തോറ്റിട്ടില്ല. നിങ്ങൾ നൽകുന്ന ഫീസിന് ഫലം ഉറപ്പായിട്ടും കിട്ടും. താങ്ക് യു അഡ്വക്കേറ്റ് സർ. ഓക്കെ സറിയു, മിഥുനൊക്കെ വരേണ്ട സമയമായി. ഞാനും ആന്റി അങ്ങോട്ടേക്ക് മാറിയേക്കാം. സാറിനോട് നീ കേസിനെ കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഇറങ്ങാം ആന്റി.
സർ, അവരാണ് നമ്മുടെ എതിർ കക്ഷികൾ. എന്ത് വില കൊടുത്തും നമുക്ക് അവരെ തോൽപ്പിച്ചേ പറ്റൂ. ഷുവർ. ആരാ തോൽക്കാൻ പോകുന്നെന്ന് എല്ലാം കഴിയുമ്പം കണ്ടു തന്നെ അറിയാലോ. നിങ്ങളെന്താ നേരത്തെ എത്തിയോ മഞ്ജരി? ഇവിടുത്തെ സിറ്റുവേഷൻസ് അറിയാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പക്ഷെ ഇവിടെ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു ഇത്. എന്താ അത്ര വലിയ പ്രശ്നം? ആ പാർവതിക്ക് വേണ്ടി കേസ് വാദിക്കാനായി ഡൽഹിയിൽ നിന്നാ അഡ്വക്കേറ്റ് ചാണക്യൻ എത്തിയിരിക്കുന്നത്. എന്ത് അഡ്വക്കേറ്റ് ചാണക്യ വന്നിട്ടുണ്ടെന്നോ? പക്ഷെ അദ്ദേഹം ഡൽഹിയിൽ വലിയ വലിയ കേസുകൾ വാദിക്കുന്ന വക്കീലല്ലേ? അത് ശരിയാണല്ലോ വല്യച്ഛൻ. ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങളാ അഡ്വക്കേറ്റിന്റെ ഫീസ്. അദ്ദേഹത്തെ പറ്റി ഞാനും വായിച്ചിട്ടുണ്ട്. ഫീസ് ആദ്യമേ വാങ്ങിക്കാതെ ഒരു കേസും അറ്റൻഡ് ചെയ്യില്ല. അത്രയും വലിയൊരു ലോയർ ഇതുപോലൊരു പെൺകുട്ടിക്ക് വേണ്ടി എന്തിനാ വാദിക്കാൻ വന്നത്? ടൈലറിംഗ് ജോലി ചെയ്ത് ജീവിക്കുന്ന ഈ പാർവതിക്ക് ലക്ഷങ്ങളൊക്കെ ഫീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അത് തന്നെ ഏട്ടത്തി എന്റെയും ഡൗട്ട്. ഇതിലെന്തോ ഒരു പന്തികേടുണ്ട്. ആ സംശയം ആദ്യം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ആരെങ്കിലും പാർവതിയെ സ്പോൺസർ ചെയ്യുന്നതാണെങ്കിലോ? അത് ശരിയാ. നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലും ചിലപ്പോ പാർവതിയെ സ്പോൺസർ ചെയ്യുന്നതാണെങ്കിലോ? അങ്ങനെ ഒരു ശത്രു നമുക്കാരാ ഉള്ളത്? ഇനി നമുക്കറിയാത്ത ഏതെങ്കിലും ശത്രുക്കളുണ്ടെങ്കിലോ അങ്കിൾ? അത് നിൽക്കട്ടെ, നമ്മുടെ ലോയർ എവിടെ മേഘ്നെ? നമസ്കാരം മാഡം. നമസ്കാരം. എല്ലാവരും എത്തിയല്ലോ അല്ലേ? എല്ലാവരും ഇതാണോ നമ്മുടെ ലോയർ? ഇതല്ല. പിന്നെ ആരാ മേഘ്നെ? ലോയർ എപ്പോഴാ വരുന്നേ? നമ്മുടേത് നല്ല ലോയർ ആണല്ലോ അല്ലേ? ഡൽഹിയിൽ നിന്ന് വന്ന ലോയറിനെ എതിർക്കാൻ അതിനേക്കാളും കഴിവുള്ള ഒരാൾ തന്നെ വേണമല്ലോ. അർജുൻ എന്തിനാ ഇവിടേക്ക് വന്നത്? ഈ കേസും അർജുനും തമ്മിൽ എന്താ ബന്ധം? അർജുനാണ് നമ്മുടെ ലോയർ. അർജുൻ ലോയറാണോ? അർജുൻ ലോയറാണ് അച്ഛാ. അർജുൻ ഒരു ബിസിനസ്സുകാരനല്ലേ ഏട്ടത്തി? ഒപ്പം പ്രാക്ടീസ് ചെയ്യുന്നൊരു ലോയറും കൂടിയാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് ബിസിനസ് നടത്തേണ്ട ആളല്ലേ ഇത്? അയാൾ എന്തിനാ ഇപ്പൊ കോടതി വന്നിരിക്കുന്നേ? അർജുൻ ഒരു ലോയറാണ് മാഡം. അതിന് അർജുൻ എപ്പോഴാ ലോയർ ആയത്? നമ്മുടെ ഈ സിറ്റിയില് അർജുന്റെ അച്ഛനാണ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നതുകൊണ്ടാണ്
ഈ ലോയർ ജോലിയൊക്കെ സൈഡാക്കി ബിസിനസ്സിലേക്ക് കടക്കേണ്ടി വന്നത്. എന്നുവെച്ചാ ഈ പ്രാക്ടീസും കോടതിയൊന്നും അധികം ഉണ്ടാവില്ല അല്ലേ? പ്രാക്ടീസ് പോലും ചെയ്യാത്ത ആള് കേസ് എങ്ങനെ നടത്തും മേഘനെ? അതും ഡൽഹിയിൽ നിന്ന് വന്ന ലോയറിനെ എതിർക്കാൻ ഇയാളെ കൊണ്ട് കഴിയോ? എനിക്ക് വിശ്വാസമില്ല. അർജുനെ കൊണ്ട് സാധിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്.